ഗവൺമെൻറ് ജോബ് അട്രാക്ഷൻ ഇല്ല എന്നൊരു കാരണവശാലും നമുക്ക് പറയാനൊക്കത്തില്ല. 50,000 രൂപ ഉണ്ടാക്കാൻ പാടുപെടുന്ന ഒരു സംരംഭകൻ്റെയും ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ എനിക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ്. NPS വരുന്നതോടുകൂടി 10% അവരവരുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നു എന്നുള്ളതായിരിക്കും ആൾക്കാർക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അവസാന ശമ്പളത്തിൻ്റെ 50% പെൻഷൻ കൊടുക്കത്തക്ക രീതിയിലുള്ളൊരു സ്കീമാണ് ഈ അഷ്യൂർഡ് സ്കീം എന്ന് പറയുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന അതിനെ ഗുണപരമായിട്ട് ഉപയോഗിക്കുക. ആർക്കാണോ കൂടുതൽ ഇൻഫർമേഷൻ കുറഞ്ഞ സമയത്തിനുള്ളിൽ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് അനിൽകുമാർ. ഞാൻ കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ കല്ലേലി ഭാഗത്താണ് താമസം. നിലവിൽ വ്യവസായ വാണിജ്യ വകുപ്പിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. ഈ മെയ്യിൽ 2026 മെയ് 31-നാണ് ഞാൻ റിട്ടയർ ചെയ്തത്. എൻ്റെ സർവീസ് ആരംഭിക്കുന്നത് 1996-ലാണ്. ഞാൻ ആദ്യം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ LD ക്ലർക്കായിട്ടാണ് ജോയിൻ ചെയ്തത്. പിന്നീട് ഏതാണ്ട് ഒരു 1.25 വർഷം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പണിയെടുത്തതിന് ശേഷം ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് വഴി വ്യവസായ വാണിജ്യ വകുപ്പിലേക്ക് എത്തുകയായിരുന്നു. ഏതാണ്ട് 8 ജില്ലയിൽ എനിക്ക് ജോലി ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ര വലിയൊരു മികച്ച സ്റ്റുഡൻ്റൊന്നും ആയിരുന്നില്ല ഞാൻ. പ്രീ ഡിഗ്രി അന്ന് ശരിക്കും ഫസ്റ്റ് ഗ്രൂപ്പൊക്കെ കിട്ടിയെങ്കിലും ഞാൻ കൊമേഴ്സ് പ്രത്യേകം തിരഞ്ഞെടുക്കുകയായിരുന്നു. എനിക്കൊരു താല്പര്യം കൊമേഴ്സിലോടായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അങ്ങനെ MCOM ഒരു വലിയ കുഴപ്പമില്ലാത്ത തരത്തിൽ സെക്കൻഡ് ക്ലാസ്സോടൊക്കെ ജയിക്കാനും, പിന്നീട് സർവീസ് കയറിയതിന് ശേഷം 96-ൽ സർവീസിൽ വന്നതിന് ശേഷം 2002-ൽ സെറ്റും ഒക്കെ എഴുതിയെടുക്കാൻ എനിക്ക് പറ്റി. എന്നാൽ ആ ഒരു തരത്തിലുള്ള ജോലിയൊന്നും ആയിരുന്നില്ല. ഇതിൽ തന്നെ ഞാൻ തുടരാനാണ് ആഗ്രഹിച്ചത്. മറ്റ് PSC ജോലികൾ എനിക്ക് ലഭിച്ചിരുന്നു. ഇപ്പോൾ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡ് ഏലൂർ, അവിടുത്തെ അക്കൗണ്ടൻറ്റിൻ്റെ ജോലി അപ്പോയിൻമെൻറ്റ് എനിക്ക് ലഭിച്ചതാണ്. ഇത് കൂടുതൽ അട്രാക്ഷൻ ഗവൺമെൻറ് ജോബിലാണെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് പോയില്ല. KSFEയുടെ ലിസ്റ്റ് തൊട്ടടുത്ത് വെച്ചാണ് നിന്നത്. അത് കിട്ടിയിരുന്നെങ്കിലും ഞാൻ പോകുമായിരുന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ജോബ് സെക്യൂരിറ്റിയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ജോബ് സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ KSFE പ്രത്യേകിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ KSFEയിലെ നിയമനം അത്ര ഒരു അട്രാക്റ്റീവ് ആയിരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു ജോലിയിൽ തന്നെ തുടരുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു തീരുമാനവും. അതുകൊണ്ട് എനിക്ക് മെച്ചപ്പെട്ട ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനും കഴിഞ്ഞു. ഒരു LD ക്ലർക്കിന് എവിടം വരെ എത്താൻ പറ്റുമോ ഏകദേശം അതിൻ്റെ പരമാവധിയിൽ എത്താൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. ഞാൻ LD ക്ലർക്കായിട്ട് കയറി അവസാനം ഡെപ്യൂട്ടി രജിസ്ട്രാറായിട്ടാണ് റിട്ടയർ ചെയ്തത്. കയർ പ്രോജക്റ്റ് ഓഫീസർ ജില്ലയിലെ ഇപ്പോൾ പത്തനംതിട്ടയും കൊല്ലവും അടങ്ങുന്ന 2 ജില്ലയിലെ പ്രോജക്റ്റായ കൊല്ലം കയർ പ്രോജക്റ്റ് ഓഫീസർ എന്ന നിലയിലാണ് റിട്ടയർ ചെയ്തത്. അത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ ഞാൻ 96-ൽ LD ക്ലർക്കായിട്ട് കയറുമ്പോൾ ആദ്യം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണെന്ന് പറഞ്ഞല്ലോ. അതെനിക്കൊരു വലിയ ഭാഗ്യം ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പോലീസ് വകുപ്പിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഡിസിപ്ലിൻ കൂടുതലാണ്. ഇപ്പോൾ ജനറലായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വകുപ്പ് കയറുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കിപ്പോൾ പ്രൊമോഷന് കുറച്ച് ടെസ്റ്റുകൾ പാസ്സാകാനുണ്ട്. ഒന്ന് MOP എല്ലാവർക്കും നിർബന്ധമാണ്. അതുകൂടാതെ അക്കൗണ്ട് ടെസ്റ്റ് ലോവറും ഹയറും അത് ഓപ്ഷനിലാണ്. ലോവർ എന്തായാലും പാസ്സാകണം, ഹയർ വേണമെന്നില്ല. പക്ഷേ ഞാനിതെല്ലാം ആദ്യം തന്നെ പാസ്സാകാൻ ഒരു സാഹചര്യം എനിക്കുണ്ടായി. അത് പാസ്സാകുകയും ചെയ്തു. ആ ടെസ്റ്റുകൾ പാസ്സായി കഴിഞ്ഞാൽ സാധാരണ ഇതിലൊരു ഇപ്പോൾ LD ക്ലർക്കൊന്നും അല്ല പേര്, ജൂനിയർ ക്ലർക്ക്, അത് കഴിഞ്ഞാൽ സീനിയർ ക്ലർക്ക്, പിന്നെ മിനിസ്ട്രിയൽ സ്റ്റാഫായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ JS HC അല്ലെങ്കിൽ CA, അത് പിന്നെ JS സീനിയർ സൂപ്രണ്ട് AA, ഈ തരത്തിലാണ് സാധാരണഗതിയിൽ ഒരു പ്രൊമോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വ്യവസായ വാണിജ്യ വകുപ്പിൽ വന്നതുകൊണ്ട് എനിക്കുണ്ടായൊരു ഭാഗ്യമെന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നമ്മളെ JDCക്ക് വിടുന്നു. JDCക്ക് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ എക്സിക്യൂട്ടീവ് വിങ്ങും മിനിസ്ട്രിയൽ വിങ്ങും ഉണ്ട്. വ്യവസായ വകുപ്പിൽ എക്സിക്യൂട്ടീവ് വിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം LD ക്ലർക്ക് അല്ലെങ്കിൽ ജൂനിയർ ക്ലർക്ക്, പിന്നെ സീനിയർ ക്ലർക്ക്, അത് കഴിഞ്ഞ് JDC ഉള്ളവർക്ക് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറായിട്ട് മാറാം, ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, പിന്നീട് സീനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ. അത് കഴിഞ്ഞാൽ നമ്മൾ വ്യവസായ വികസന ഓഫീസറായിട്ട് പോകുന്നു. വ്യവസായ വികസന ഓഫീസർ കഴിഞ്ഞാൽ പിന്നീട് താലൂക്ക് വ്യവസായ ഓഫീസർ, അസിസ്റ്റൻറ്റ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് ഓഫീസർ, ഉപജില്ലാ വ്യവസായ ഓഫീസർ, അതായത് താലൂക്ക് വ്യവസായ ഓഫീസർ. അതിനുശേഷം അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ, പിന്നീട് ഡെപ്യൂട്ടി രജിസ്ട്രാർ. പിന്നെയും സർവീസ് ഉണ്ടായിരുന്നെങ്കിൽ പോലീസ് വകുപ്പിൽ പോകാതെ വ്യവസായ വാണിജ്യ വകുപ്പിൽ തന്നെയായിരുന്നു നേരിട്ട് പ്രവേശനം എങ്കിൽ ഞാൻ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്താൽ 1ാമത്തെ ആളായിരുന്നു ഡെപ്യൂട്ടി ഡയറക്ടറാകാൻ. ആ ഒരു രീതി, അത്രയും പ്രൊമോഷൻ സാധ്യത എനിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞാൽ 30 വർഷം സർവീസ് ഉള്ളതുകൊണ്ടും ഒക്കെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ന് പറയുന്നത് ഗവൺമെൻറ് ജോബ് അട്രാക്ഷൻ ഇല്ല എന്നൊരു കാരണവശാലും നമുക്ക് പറയാനൊക്കത്തില്ല. എനിക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ 30 വർഷം സർവീസ് ഫുൾ പെൻഷൻ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. അതുപോലെ ഗ്രാറ്റുവിറ്റി, ഇതെല്ലാം പരമാവധി കിട്ടത്തക്ക രീതിയിലുള്ളൊരു സേവനമായിരുന്നു
എനിക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ തലമുറയിൽ എല്ലാവരും പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഇല്ല എന്നുള്ളതാണ്. എന്നാൽ എൻ പി എസ്സുകാർക്ക് 2013 മുതൽ എൻ പി എസിലേക്ക് മാറിയിട്ടുണ്ടല്ലോ പലരും. എൻ പി എസ് വരുന്നതോടുകൂടി സംഭവിച്ചിരിക്കുന്നു പറയുന്നത് 10% അവരവരുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നു എന്നുള്ളതായിരിക്കും ആൾക്കാർക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. എന്നാൽ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? 10% ബേസിക് പേ DA പിടിക്കുന്നതോടൊപ്പം തന്നെ ഗവൺമെൻറ്റും തത്തുല്യമായിട്ട് ഇപ്പോൾ 14% എൻ്റെ ഒരു തോന്നൽ. 14% പേയും DAയും തുല്യമായ തുക സ്റ്റേറ്റ് ഗവൺമെൻറ് നിക്ഷേപിക്കുന്നു എന്നുള്ളതാണ്. ഇത് പോകുന്നത് ഓഹരി കമ്പോളത്തിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒട്ടും മോശമല്ല. ഒരു പെൻഷൻ ഉറപ്പുവരുത്തുന്ന ഒരു സാഹചര്യം ഇനി ഉണ്ടാകും. ഇപ്പോൾ എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി പെൻഷനോട് അടുത്തുള്ള ഒരു തുക തന്നെ ഭാവിയിൽ ഉള്ള തലമുറയ്ക്ക് പെൻഷനായിട്ട് കിട്ടുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. മാത്രമല്ല ഞങ്ങളൊക്കെ ഇപ്പോൾ 56 വയസ്സ്, ഞാൻ 56 വയസ്സ് റിട്ടയർ ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവകൃപയാൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, ഇനിയും എനർജി ഉണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. പക്ഷേ ഞങ്ങൾ 56 വയസ്സിൽ പിരിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ പുതിയ തലമുറയ്ക്ക് 60 വയസ്സ് വരെ ജോലി ചെയ്യാം. അതൊരു വലിയ അട്രാക്ഷനാണ്. 60 വയസ്സ് വരെ ജോലി ചെയ്യാമെന്നുള്ളൊരു അട്രാക്ഷൻ. പിന്നെ മോശമല്ലാത്ത ഒരു പെൻഷൻ സ്കീമായിരിക്കും. ഇപ്പോൾ തന്നെ നമുക്ക് NPS കൂടാതെ സംസ്ഥാന ബജറ്റിൽ ഒരു അഷ്വേർഡ് പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ ഭാവി എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല. എങ്കിൽ തന്നെയും അതും നല്ല സ്കീമാണ്. അവസാന ശമ്പളത്തിൻ്റെ 50% പെൻഷൻ കൊടുക്കത്തക്ക രീതിയിലുള്ളൊരു സ്കീമാണ് ഈ അഷ്വേർഡ് സ്കീം എന്ന് പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൽ UPS എന്ന് പറയുന്നൊരു സ്കീമുണ്ട്. ആ സ്കീമിൽ 18% ഗവൺമെൻറ്റിൻ്റെ വിഹിതം. അപ്പോൾ അത് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ പെൻഷൻ ഇല്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞ് നമുക്ക് നിന്ന് പിന്മാറേണ്ട കാര്യമില്ല. വളരെ അട്രാക്റ്റീവായ ഒരു സ്കീം ഇപ്പോഴും നിലവിലുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കുടുംബ പശ്ചാത്തലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ആരും സർക്കാർ ജീവനക്കാരില്ലായിരുന്നു. അച്ഛൻ, അമ്മ, ചേച്ചി, ചേട്ടൻ, ഏറ്റവും ഇളയ ആളാണ് ഞാൻ. പക്ഷേ എൻ്റെ അപ്പൂപ്പൻ അധ്യാപകനായിരുന്നു, അമ്മയുടെ അച്ഛൻ. അതുപോലെ അച്ഛൻ്റെ അച്ഛൻ NMR, നാഷണൽ മെയിൻ്റനൻസ് ഓഫ് റോഡ്സിൻ്റെ, അതുമായി ബന്ധപ്പെട്ട് അവർ രണ്ടുപേരും ജോലിക്കാരായിരുന്നു. അതിൽ അമ്മയുടെ അച്ഛനെക്കുറിച്ച് അമ്മ എപ്പോഴും സംസാരിക്കുന്നത് വളരെ ബഹുമാനത്തോടെ, ആദരവോടെയാണ്. അപ്പോൾ അത് ഞാൻ ആളിനെ കണ്ടിട്ടില്ലെങ്കിൽ പോലും ഞാൻ എപ്പോഴും അത് കേട്ടാണ് വളർന്നു വന്നത്. അപ്പോൾ അന്ന് മുതലേ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സർക്കാർ ജീവനക്കാരനാവണം. 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ ഹിന്ദി അധ്യാപകൻ ചോദിച്ച ഒരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ട്. എന്താകാനാണ് നിങ്ങൾക്ക് ആഗ്രഹം? മറുപടി ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. മേം കളക്ടർ ബന്ന ചാഹ്താ ഹൂം. കളക്ടറാകാൻ ആഗ്രഹിക്കുന്നു. അന്നേ എനിക്കറിയാം കളക്ടറാകാനുള്ള ബുദ്ധിയോ വൈഭവമോ എക്സലൻസോ ഒന്നും എനിക്കില്ല. എങ്കിൽ പോലും ഒരു സർക്കാർ ജീവനക്കാരനാകണം എന്നുള്ളൊരാഗ്രഹം അന്നേ എൻ്റെ മനസ്സിലുണ്ട്. ഞാനിപ്പോൾ വ്യവസായ വാണിജ്യ വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്തുകൊണ്ട് എനിക്ക് സംരംഭകരുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ ഒരു സംരംഭകൻ പെടുന്ന കഷ്ടപ്പാട് നമുക്കറിയാം. ഒരു 50,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരു സർക്കാർ ജീവനക്കാരനും 50,000 രൂപ ഉണ്ടാക്കാൻ പാടുപെടുന്ന ഒരു സംരംഭകൻ്റെയും ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ എനിക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ്. നമ്മൾ കൃത്യമായ 50,000 രൂപ എല്ലാ മാസവും വരുമാനം കിട്ടുന്ന സർക്കാർ ജീവനക്കാരനും കൃത്യമായി ആ വരുമാനം ഉറപ്പുവരുത്തണമെന്നുണ്ടെങ്കിൽ ഒരു സംരംഭകൻ എന്തെല്ലാം ചെയ്യണം? ഒരറ്റ ലാഭം 50,000 രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏത് സംരംഭത്തിൻ്റെയും 10% കൂടുതൽ അറ്റ ലാഭം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. മൊത്തം ലാഭം, വ്യാപാര ലാഭം അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയാൻ ചിലപ്പോൾ 20-30% കാണാം. പക്ഷേ അതല്ല യഥാർത്ഥ ലാഭം. ഒരു സർക്കാർ ജീവനക്കാരന് കിട്ടുന്ന ശമ്പളം പോലെയുള്ള ആ ഒരു 50,000 രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ 50,000 രൂപ ഒരു സംരംഭം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപയുടെ മാസ വരുമാനം അയാൾക്കുണ്ടാവണം. 5 ലക്ഷം രൂപ മാസ വരുമാനം ഉണ്ടാകുമ്പോൾ മാത്രമേ അയാൾക്ക് 50,000 രൂപ മിച്ചം പിടിക്കാൻ പറ്റൂ. ഒരു മാസം 5 ലക്ഷം എന്ന് പറയുമ്പോൾ ഒരു വർഷം 60 ലക്ഷം രൂപ അല്ലേ? ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ അത്രയും ടേൺ ഓവറുള്ളൊരു സംരംഭം വേണമെങ്കിൽ എന്തുമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം, അതിൻ്റെ പ്രോജക്റ്റ് കോസ്റ്റ് എത്രയാണ്. പക്ഷേ ക്ലിക്കായാൽ നമ്മളെക്കാൾ വലിയ രീതിയിൽ അവർക്ക് രക്ഷപ്പെടാൻ പറ്റും. ധൈര്യമുള്ളവനും റിസ്ക് എടുക്കാൻ പറ്റുന്നവനും ഭാഗ്യമുള്ളവനും കഴിവുള്ളവർക്കും ശോഭിക്കാൻ പറ്റുന്ന മേഖലയാണ് സംരംഭം എന്ന് പറയുന്നത്. പക്ഷേ ഒരു സർക്കാർ ജീവനക്കാരൻ്റെ കാര്യം കൃത്യമായ നിഷ്ഠയോടുകൂടി കൃത്യമായി പ്ലാൻ ചെയ്ത് അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ദിവസം ഒരു 4-5 മണിക്കൂർ, ഞാൻ എൻ്റെ രീതികളിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് കൃത്യമായി എനിക്ക് 92 ആ സമയമാണെന്ന് തോന്നുന്നു തൊഴിൽ വാർത്ത ഒക്കെ പുറത്തിറങ്ങുന്നത്. അന്ന് മുതൽ ഞാൻ തൊഴിൽ വാർത്തയുടെ ഒരു വായനക്കാരനായിരുന്നു. ഞാൻ അന്ന് കൃത്യമായി എനിക്ക് 92 ആ സമയമാണെന്ന് തോന്നുന്നു തൊഴിൽ വാർത്ത ഒക്കെ
കൃത്യമായി തൊഴിൽ വാർത്ത വരുത്തുക, അതുപോലെ തന്നെ മനോരമയുടെയും മാതൃഭൂമിയുടെയൊക്കെ ഇയർ ബുക്ക്, കോമ്പറ്റീഷൻ സക്സസിൻ്റെ GK അതുപോലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വരുത്തുകയും കൃത്യമായി അത് പഠിക്കും. ഒരു 4-5 മണിക്കൂർ അതിനായിട്ട് മാത്രം മാറ്റിവെക്കുന്ന പത്രക്കുറിപ്പ് തയ്യാറാക്കുക. പത്രം കൃത്യമായിട്ട് വായിക്കും. ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ പത്രപാരായണം കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ PSC പ്രിപ്പറേഷനുള്ളവർ ഉറപ്പായിട്ടും പത്രം വായിച്ചിരിക്കുമെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നു. ഇൻഫർമേഷൻ കൂടുതൽ താല്പര്യവും അടുപ്പം വരണമെന്നുണ്ടെങ്കിൽ കൃത്യമായി പത്രക്കുറിപ്പുകൾ തയ്യാറാക്കി വെക്കണം. ഇപ്പോഴും അതിനൊരു ശീലമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ മൊത്തത്തിലുള്ളൊരു കാഴ്ചപ്പാടിൽ വലിയ വ്യത്യാസം വരികയും ടെസ്റ്റുകൾക്കൊക്കെ അന്ന് ഇതുപോലെ ക്ലാസ്സും കാര്യങ്ങളും ഒന്നുമില്ല. ഇങ്ങനെയുള്ള വായിക്കുന്നതുകൊണ്ടുള്ള ഒരു ഇൻഫർമേഷനും അതിനുവേണ്ടി മാത്രമുള്ള ഒരു പ്രിപ്പറേഷനും കൊണ്ട് മാത്രമാണ് നമുക്ക് ടെസ്റ്റ് എഴുതി ശോഭിക്കാൻ പറ്റുക എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന അതിനെ ഗുണപരമായിട്ട് ഉപയോഗിക്കുക, അത് പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആർക്കാണോ കൂടുതൽ ഇൻഫർമേഷൻ കുറഞ്ഞ സമയത്തിനുള്ളിൽ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആ പരീക്ഷ എഴുതി തന്നെ പഠിക്കണം. PSC പരീക്ഷകൾക്ക് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എഴുതി തന്നെ പഠിക്കുക, പരമാവധി നോളജ് ശേഖരിക്കുക, ആർജിക്കുക. അത് ആർജിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ പ്ലാനിങ്ങോടുകൂടി പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല ഗവൺമെൻറ് ജോബിൻ്റെ അട്രാക്ഷൻ ഒരിക്കലും കുറയില്ല. നമ്മൾ അങ്ങനെ തെറ്റിദ്ധാരണയൊന്നും ആർക്കും വേണ്ട. കിട്ടാത്ത മുന്തിരി വിളിക്കും എന്നുള്ള രീതിയിലാണ് പലപ്പോഴും കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയല്ല. എനിക്ക് എൻ്റെ ഭാര്യ അതുപോലെ ആദ്യം OA ആയിട്ടായിരുന്നു 96. ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത് 2000-ലാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന് ജോലിയില്ല. അത് പിന്നീട് അദ്ദേഹം OA ആയിട്ട് 3 വർഷം ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തു. അതിനുശേഷം TTC ഉള്ള ആളായിരുന്നു. അദ്ദേഹത്തിന് LP UP അധ്യാപികയായിട്ട് ജോലി കിട്ടി. പക്ഷേ 2 പേർക്ക് ജോലി കിട്ടി. അതുകൊണ്ട് സ്വസ്ഥമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന നല്ലൊരു വരുമാനവും കിട്ടി. എനിക്ക് ആകെ ഒരു മോനാണുള്ളത്. മോനിപ്പോൾ MBBS പഠിക്കുകയാണ്. ഞാൻ ഈ കാണുന്നതൊക്കെ ആർജിച്ചെന്ന് പറയുന്നത് ഈ ഒരു ഗവൺമെൻറ് ജോബ് കൊണ്ടാണ്. ഞങ്ങൾ 2 പേർക്കും ജോബ് ഉള്ളത് കൊണ്ട് മാത്രമാണ് സ്വസ്ഥമായിട്ട് നമുക്ക് ഇത് ആർജിക്കാൻ പറ്റിയതും ജീവിക്കാൻ പറ്റിയതും. അങ്ങനെ ശാന്തസുന്ദരമായ രീതിയിൽ തൽക്കാലം ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവകൃപയാൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, എനർജിയുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇപ്പോൾ എനിക്കിഷ്ടം പോലെ വായിക്കാൻ സമയം കിട്ടുന്നു. ഞാൻ അല്പം പാടുന്ന ആളാണ്. ഇപ്പോൾ പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. ദൈവം സഹായിച്ചിട്ട് എല്ലാം പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഈ ഒരു ഗവൺമെൻറ് ജോബ് കൊണ്ട് തന്നെയാണ്. അതിൻ്റെ PSC ആണ് നമ്മളെ സഹായിച്ചിട്ടുള്ളത്. ഒരുപാട് ആരോപണങ്ങളൊക്കെ PSCക്കെതിരെയൊക്കെ ഉണ്ടാകും. അതൊന്നും നമ്മൾ വിഷയമാക്കേണ്ട. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക, നമുക്ക് കിട്ടാനുള്ളത് കിട്ടും. ഇതാണ് എനിക്ക് പറയാനുള്ളത്.